ഗുരു നിത്യചൈതന്യ യതിയുടെ പേരിൽ സാംസ്കാരിക കേന്ദ്രവും പഠന ഗവേഷണ കേന്ദ്രവും നിർമ്മിക്കുന്നു. കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. 7 കോടി രൂപ ചെലവിട്ടാണ് പ്രാഥമികഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ. ലോകമെമ്പാടും ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ഗുരു നിത്യചൈതന്യ യതി വിഭജനങ്ങളില്ലാത്ത ലോകത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. കലയും സാഹിത്യവും സംഗീതവും ആത്മീയതയുടെ അവിഭാജ്യ ഘടകമാണെന്ന് വിശ്വസിച്ച ഗുരുവിന്റെ സ്മരണകളുള്ള സാംസ്കാരിക സമുച്ചയം വരും തലമുറയ്ക്ക് അത് പ്രയോജനം ചെയ്യും. വർഗീയത വെല്ലുവിളിയായി നമ്മുടെ മുന്നിലുണ്ട്. മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സിനിമയും കലയും ദുരുപയോഗം ചെയ്യപ്പെടുന്നു. കേരളം കാലങ്ങളായി കാത്തുസൂക്ഷിക്കുന്ന മതസൗഹാർദ്ദത്തെയും സാഹോദര്യത്തെയും തകർക്കാനും ലോകത്തിനു മുമ്പിൽ നാടിനെ അപമാനിക്കാനുമാണ് ചിലർ ശ്രമിക്കുന്നത്. വർഗീയ അജണ്ടകളെയും വ്യാജ പ്രചരണങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുന്നതിന് നിത്യചൈതന്യ യതിയെപ്പോലെയുള്ള ഗുരുമഹാന്മാരുടെ ചിന്തകൾ കരുത്തു പകരുമെന്നും മന്ത്രി പറഞ്ഞു. കേരളം എന്നും മതനിരപേക്ഷതയുടെയും സഹിഷ്ണുതയുടെയും നാടാണ്. ഇവിടെ അമ്പലവും പള്ളിയും കുരിശുപള്ളിയും ഒരേ മണ്ണിൽ ഒത്തൊരുമയോടെ നിലനിൽക്കുന്നു. ഈ സൗഹാർദ്ദം തകർക്കാൻ വരുന്ന ഏത് സാഹചര്യത്തിൽ നേരിടാൻ നമ്മുടെ സാംസ്കാരിക പ്രവർത്തനയ്ക്ക് കരുത്തുണ്ട്. ഗുരു നിത്യചൈതന്യ പഠിപ്പിച്ചത് അറിവിനൊപ്പം അലിവും വേണമെന്നാണ്. അവരുടെ വേദന സ്വന്തം വേദനയെ കാണുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ആധുനിക പഠന കേന്ദ്രത്തിലൂടെ വരും തലമുറയ്ക്ക് നാം പറഞ്ഞു നൽകേണ്ടതും ഒരു പാഠമുണ്ട്. വർഗീയതയുടെ വിഷം തീണ്ടിയ മനസ്സുകളെ സ്നേഹം കൊണ്ട് ശുദ്ധീകരിക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതം വഴി നമുക്ക് സാധിക്കും. സംസ്ഥാന സർക്കാർ 7 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പഠിതാക്കൾക്ക് ഗുരുവിന്റെ ദർശനങ്ങൾ പഠിക്കുവാനും പങ്കുവയ്ക്കുവാനുമുള്ള ഒരു വിജ്ഞാന കേന്ദ്രമായി ഗവേഷണ കേന്ദ്രം മാറുമെന്നും മന്ത്രി പറഞ്ഞു. ഗുരു നിത്യചൈതന്യ യതിക്ക് ജന്മനാട്ടിൽ സ്മാരകമെന്ന ജനങ്ങളുടെ ആഗ്രഹമാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ KU ജനേഷ് കുമാർ MLA പറഞ്ഞു. നമ്മുടെ നാടിനെ സംബന്ധിച്ചും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും അഭിമാനകരമായ ഒരു നിമിഷമാണ് ഈ നിമിഷം. നമുക്കറിയാം, മഹാഗുരുവിന് അമേരിക്കയിൽ സ്മാരകങ്ങളുണ്ട്, ഊട്ടിയിൽ സ്മാരകങ്ങളുണ്ട്. പക്ഷേ സമാധിയായിട്ട് 25 വർഷം കഴിഞ്ഞിട്ടും ജന്മനാട്ടിൽ ഒരു സ്മാരകമില്ല എന്നുള്ളത് ഗുരുവിനെ സ്നേഹിക്കുന്ന, ഗുരുവിൻ്റെ ചിന്തകളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഭവവും വേദനയും എല്ലാമായിരുന്നു. ഗുരു നിത്യചൈതന്യ യതി നമുക്കറിയാം, ഹൈന്ദവ സന്യാസി ശ്രേഷ്ഠനായിരുന്നെങ്കിലും ലോകത്തെ എല്ലാ മതങ്ങളുടെയും ആരാധനയും വിശ്വാസവുമെല്ലാം സംരക്ഷിക്കുന്ന, ഊട്ടിയുറപ്പിക്കുന്ന, ലോകത്തെ എല്ലാ സമൂഹത്തിൻ്റെയും സ്നേഹവും ബഹുമാനവും എല്ലാം പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. പദ്ധതിക്കായി അരുവാപ്പുലം ഗ്രാമപഞ്ചായത്താണ് 1 ഏക്കർ ഭൂമി മ്ലാന്തളം മുറ്റാക്കുഴി വായനശാല ജംഗ്ഷനിൽ വാങ്ങി നൽകിയത്. വിവിധ സർവകലാശാലകളിൽ ഗുരുവിന്റെ ചിന്തകളും എഴുത്തുകളും പഠനത്തിന്റെ ഭാഗമാകുമെന്നും MLA ഓർമ്മിപ്പിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിനാണ് നിർമ്മാണ ചുമതല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാമ റോയി, കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബിൻ പീറ്റർ, വൈസ് പ്രസിഡന്റ് ക്ഷേമ ശേഖർ, ജില്ലാ പഞ്ചായത്ത് അംഗം S സന്തോഷ് കുമാർ, അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B രേഷ്മ, അംഗങ്ങളായ L വിമൽകുമാർ, ശ്രീലത, സെക്രട്ടറി VN അനിൽ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രേഷ്മ മറിയം റോയി, കെപ്കോ ചെയർമാൻ K പത്മകുമാർ, സംഘാടക സമിതി രക്ഷാധികാരി TP സുന്ദരേശൻ, CDS ചെയർപേഴ്സൺ മിനി രാജീവ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോന്നി.